എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ടിനുള്ള ഉത്തരം പറയുന്നതാണ്. എന്തെങ്കിലും കൂടുതൽ സബ്സ്ക്രൈബുകൾ കിട്ടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ചുള്ള എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, ഇതിലെല്ലാം ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളത് ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മലയാളത്തിലാണ് അത് പറയുന്നത്. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടാണ്. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കണമെങ്കിൽ പല രീതിയിലും ഉണ്ടാക്കാം. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ IC555 ടൈമർ IC വെച്ചിട്ടും ഉണ്ടാക്കാം. ആസ്റ്റബിൾ ടൈമർ IC എന്നല്ല അതിൻ്റെ അർത്ഥം. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ IC555ലും പ്രവർത്തിക്കും. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ടൈമറായിട്ട് ഉണ്ടാക്കാനും കഴിയും. IC555 ടൈമർ ICയിൽ ഉപയോഗിക്കുമ്പോൾ അത് സാധാ സർക്യൂട്ടിനേക്കാളും വളരെ ചെറിയ കുറച്ച് കമ്പോണൻറ്റുകൾ വെച്ച് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിനാണ് IC555 ടൈമറിൻ്റെ ഉപയോഗം. IC555 ടൈമർ വലിയ ഔട്ട്പുട്ടുള്ള പവർ കൺസപ്ഷനും ഉപയോഗിക്കുന്നതിനാലാണ് IC555 IC ടൈമറിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്. IC555 ടൈമർ ICയിൽ എങ്ങനെ ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. IC555 ടൈമർ ICകൾ ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കുന്നതിൽ കുറേ ഉപയോഗങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്നത് ടൈമർ ICകൾക്കും LED ബ്ലിങ്കിങ് പ്രൊജക്റ്റിനുമാണ്. മിന്നി കളിക്കുന്ന LEDകളിലാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ സമയത്തിനും അത് ഉപയോഗിക്കും. അങ്ങനെ അതെല്ലാമാണ് IC555 ടൈമർ IC കൊണ്ട് ഉപയോഗിക്കുന്ന ഉപയോഗം. ആ സാധനം ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഉപയോഗത്തിലും അത് ഉപയോഗിക്കാം. ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ പ്രവർത്തിക്കണമെങ്കിൽ വേറെ രീതിയിലും ഉണ്ടാക്കാം. അതിന് വേണ്ടത് 2 ട്രാൻസിസ്റ്റേഴ്സാണ്. 2 ട്രാൻസിസ്റ്റേഴ്സും 4 റെസിസ്റ്റർ, 2 കപ്പാസിറ്റർ. അങ്ങനെയാണ് അതിൻ്റെ രീതി. ആദ്യം അത് കണക്റ്റ് ചെയ്ത ശേഷം 2 ട്രാൻസിസ്റ്ററിലൂടെ ഉണ്ടാവുന്ന പല കാര്യങ്ങളും എനിക്ക് ആദ്യം പറഞ്ഞു തരേണ്ടതുണ്ട്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ചെറിയ കറൻറ്റിനെ വലിയ കറൻറ്റിലേക്ക് ആക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ ചെറിയ പവറിലാണ് വർക്ക് ചെയ്യുക. ട്രാൻസിസ്റ്റർ വലിയ പവറിലേക്ക് ആക്കണമെങ്കിൽ കുറേ ട്രാൻസിസ്റ്ററുകൾ കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ വലുതാകൂ. ട്രാൻസിസ്റ്ററിൻ്റെ കാര്യം കൂടുള്ളൂ, വലിയ വോൾട്ടേജിൽ വർക്ക് ചെയ്യുള്ളൂ. ആദ്യം ഒരു സർക്യൂട്ട് ഉണ്ടാക്കി പിന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്താലും മതി. അങ്ങനെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N ജംഗ്ഷനും P ജംഗ്ഷനും, NPN ജംഗ്ഷനും PNP ജംഗ്ഷനും. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ജെർമേനിയം, സിലിക്കൺ പോലത്തെ കെമിക്കലുകൾ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജെർമേനിയം, സിലിക്കൺ സെമി കണ്ടക്ടർ സ്വഭാവമുള്ളതിനാലാണ് ട്രാൻസിസ്റ്റർ ജെർമേനിയം, സിലിക്കൺ വെച്ച് ഉണ്ടാക്കാൻ കാരണം. 2 ഒരേ ജംഗ്ഷനുള്ള ട്രാൻസിസ്റ്റർ തന്നെയാകണം. അതായത് PNP ജംഗ്ഷനിലായിരിക്കണം അതുണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ NPN ജംഗ്ഷനിലായിരിക്കണം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ വെക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം
റെസിസ്റ്റേഴ്സിലുള്ള 4 റെസിസ്റ്ററുകൾ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തതായി കാണാം. ഒരു കപ്പാസിറ്ററിൻ്റെ എൻഡ് ബേസ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകണം. ആദ്യം വോൾട്ടേജ് കൊടുക്കുമ്പോൾ റെസിസ്റ്ററിൽ ഒരു പ്രത്യേകമായ വോൾട്ടേജ് അതിലേക്ക് പോകുന്നു. അത് നേരെ കപ്പാസിറ്ററിലേക്ക് ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്ത ശേഷം കപ്പാസിറ്ററിലുള്ള ചാർജ് അതിനേക്കാളും കൂടിയ ചാർജ് ഉണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്യും. കാരണം അതിന് വോൾട്ടേജ് അതിനേക്കാളും കൂടുതൽ ചാർജിനേക്കാളും കൂടുതൽ കറണ്ടായാൽ അത് ഡിസ്ചാർജ് ചെയ്യും. ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യുകയുമില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കറൻറ്റ് ചാർജ് ചെയ്ത ശേഷം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്തുകൂടാ എന്ന്. ബേസും എമിറ്ററിനുള്ള സപ്ലൈ കണക്ട് ചെയ്ത ശേഷം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിലെ ബേസാണ് സെൻസിറ്റീവായ ഒരു സാധനം. അതിൻ്റെ അർത്ഥം ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വളരെ സെൻസിറ്റീവാണ്. അതിനാലാണ് അതങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. കളക്ടറും എമിറ്ററും വലിയ സെൻസിറ്റീവ് അല്ലാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ കണക്ഷൻ കൊടുക്കാത്തത്. പിന്നെ 2 സ്ഥലത്തും ബേസും ട്രാൻസിസ്റ്ററും കളക്ടറും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണിത് പ്രവർത്തിക്കുക. ബേസിലേക്ക് ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ ഓണാകുന്നു. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് ഡിസ്ചാർജ് ചെയ്യും. കാരണം കപ്പാസിറ്ററിലുള്ള ചാർജ് അതിനേക്കാളും കൂടിയ ചാർജ് ആകുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് ഓഫാവും. കാരണം കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറയുമ്പോഴാണ് അത് ചാർജ് ചെയ്യുന്നത്. കപ്പാസിറ്റർ അതിനുള്ള ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാൻ തുടങ്ങും. അതൊരു കറൻറ്റ് ശേഖരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ ചാർജ് റിലീസ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവും. കപ്പാസിറ്ററിനേക്കാളും ചാർജ് കുറഞ്ഞു പോയാൽ ട്രാൻസിസ്റ്റർ ഓഫ് ആവുകയും ചെയ്യും. കാരണം ബേസിലൂടെ പോകുന്ന കറൻറ്റ് കുറയുമ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. കാരണം അതിൽ കൂടെ വോൾട്ടേജ് പോകുകയില്ല. കൂടിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുക. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ മറ്റേ കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ മറ്റുള്ളത് ചാർജ് ചെയ്യാതെയുമാണ് അത് പ്രവർത്തിക്കുക. അങ്ങനെ ആയാൽ മാത്രമേ ഒരു ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അടുത്ത കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല. അടുത്ത കപ്പാസിറ്റർ ഓൺ ചെയ്യും. അപ്പോൾ അടുത്തത് ഓഫാവും. കാരണം അത് രണ്ടും കപ്പാസിറ്റൻസ് സെയിമാണ്. പക്ഷേ ട്രാൻസിസ്റ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആയതിനാലാണ് അങ്ങനെ ഒരു പ്രവൃത്തിക്ക് കാരണം ചാർജിങ്ങിൻ്റെ ഒരു പ്രവർത്തന രീതി വ്യത്യസ്തതയാണെങ്കിൽ അതിനുണ്ടാകുന്ന വ്യത്യാസവും വ്യത്യസ്തതയായിരിക്കും. ഇതിൻ്റെ ചാർജിങ് ടൈം വ്യത്യാസപ്പെടും. എല്ലാതും വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് അതങ്ങനെ പ്രവർത്തിക്കുന്നത്. പിന്നെ ട്രാൻസിസ്റ്റർ അതിനുണ്ടാകുന്ന T1 ഓൺ ആകുമ്പോൾ T2 ഓഫും, T2 ഓൺ ആകുമ്പോൾ T1 ഓഫും. അങ്ങനെയാണത് പ്രവർത്തിക്കുക. അങ്ങനെ LED-കൾ മിന്നി പ്രവർത്തിക്കും. ഓരോ ട്രാൻസിസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചാർജിങ് ചെയ്യുന്ന ഓരോ കപ്പാസിറ്ററിനും ഓരോരോ വാല്യൂ ഉണ്ട്. നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 mF എന്ന് എഴുതിയിട്ടുണ്ടാവും, 100 mF എന്ന് എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ 0.01 mF ഒരു കപ്പാസിറ്റർ കണ്ടുപിടിക്കുക? അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ സെറാമിക് കപ്പാസിറ്റൻസിലായിരിക്കും അത് ഉണ്ടാവുക. അതായത് സാധാ കപ്പാസിറ്റൻസിനേക്കാളും വളരെ ചെറിയൊരു കപ്പാസിറ്റൻസ് ആയിരിക്കും അതിനുണ്ടാവുക. ആ കപ്പാസിറ്റൻസ് ഈ പറഞ്ഞ 2 കപ്പാസിറ്ററിന് പകരമായി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചാർജും ഡിസ്ചാർജും കാരണം
LED വളരെ പെട്ടെന്ന് ബ്ലിങ്കിങ്ങിന് കാരണമാകും. അതേമാതിരി ചാർജിങ് ഡിസ്ചാർജിങ്ങിൻ്റെ ടൈം കൂടിയാൽ LED ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ ടൈമും കൂടും. LED ബ്ലിങ്കിങ് ടൈം നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ അത് ടൈമറിന് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയാണ് ടൈമറിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ അലാറം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ പല ടൈമിങ്ങിനായിട്ട് ഈ സർക്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ IC555 എങ്ങനെ അഡ്ജസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ പ്രവർത്തിക്കുന്നുള്ളൂ എന്നത് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.